ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതിനെപ്പറ്റി ബിഗ് ബോസിന്റെ സീസൺ 6നെ പറ്റി എനിക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 6ന്റെ ഇപ്പൊ പുതിയൊരു പ്രൊമോ വന്നപ്പോഴത്തേക്ക് ആ പ്രൊമോനകത്ത് അവർ പറയണതെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കും വേണമെങ്കിൽ ബിഗ് ബോസിനകത്തേക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിക്കാണ് അവർ ആ പ്രൊമോനകത്ത് പറയുന്നത്. അപ്പൊ ഈ ബിഗ് ബോസ് എനിക്ക് തുടങ്ങാൻ പോണത് ഏകദേശം 25 കേൾക്കണം. 25 കൺഫേം ആണെന്നൊക്കെയാണ് കേൾക്കണം. ഫെബ്രുവരി 25 ബിഗ് ബോസ് മലയാളം തുടങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാലും കൺഫേം എന്നാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസിന്റെ ലോഗോയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കിഡിലെ ലോഗോ കേട്ടോ. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരു ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു വൈബൊക്കെ അടിച്ചു ഈ സാധനം കണ്ടപ്പോഴത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ലോഗോ ഇഷ്ടപ്പെട്ടാന്ന് വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ടിടാം. അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ ഈ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു 6നെ പറ്റി ഉള്ള ഒരു പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ പറയാവേ, അതായത് ഫസ്റ്റ് സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നല്ല കിഡിലെ സീസൺ ആയിരുന്നു. അതായത് വലിയ രീതിക്കുള്ള ടോക്സിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല കിഡിലെ സീസൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സീസൺ 2 വന്നപ്പോഴത്തേക്കുവാണെങ്കിൽ ഫുള്ള് ടോക്സിക്. അതായത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ടോക്സിക്കിനെക്കാളും പുറത്തായിരുന്നു മെയിനായിട്ട് ടോക്സിറ്റി. അതായത് ഇപ്പം അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനൊന്നും കണ്ടസ്റ്റൻസ് ആയിട്ട് കാണാനായിട്ട് ഇപ്പോഴും ആൾക്കാർ പഠിച്ചിട്ടില്ല. ഇവരെയൊക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് അവരെ ജീവിതം കാട്ടണ പോലെയാണ് ഇവർ കിടന്ന് പലരും ചിന്തിച്ചിട്ടിരിക്കണം. ഇപ്പോഴും അവർ അതിൻ്റെ ഉള്ളിൽ ജീവിക്കണമെന്നാണ് പലരും ചിന്തിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടസ്റ്റൻസ് ആണ്. അവരതിൻ്റെ ഉള്ളിൽ അവരുടെ റിയൽ ലൈഫ് അല്ല കാണിക്കുന്നത്. റിയാലിറ്റി ഷോ എന്ന് പേരിട്ടെന്ന് പറഞ്ഞ് അവരതിൻ്റെ റിയൽ ലൈഫൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ കാട്ടണം. അവർ ജസ്റ്റ് അതിന് റേറ്റിംഗ് കൂട്ടാനും അതേപോലെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടണതാണ്. അതായത് അവരുടെ ഒരു ഗെയിം കളിക്കണതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോണത്. അല്ലാണ്ട് അവരുടെ റിയൽ ലൈഫ് കാണിക്കാനല്ല പോണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരാളെ കണ്ടത് വെച്ചിട്ട് നമുക്കാരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇപ്പം സീസൺ 6 തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഒരുപാട് രീതിക്കുള്ള ടോക്സിറ്റി എല്ലാം വരാൻ സാധ്യതയുണ്ട്. കാര്യം കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓടവില്ലിൻ തമ്പുരുമീട്ടും ആ ഒരു ലെവലിനകത്ത് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ സീസൺ 6 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോക്സിക് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം സീസൺ 3 ഇതേപോലെ ഓണവില്ല് കളിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ സീസൺ 4 ആയപ്പോഴത്തേക്ക് ഒടുക്കത്തെ ടോക്സിക് ആയിരുന്നത്. മറ്റേ അറിയാലോ, ആ നടന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിനാണെങ്കിലും അവരൊക്കെ സീസൺ 6-നകത്താണ് സീസൺ 6 പോട്ടെ സീസൺ 4-നകത്താണ് ഉണ്ടായത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ടോക്സിക് ആയിട്ടുള്ള ഒരു സീസണാണ്. സീസണിനേക്കാളും കൂടുതൽ പുറത്താണ് ഞാൻ ഈ ടോക്സിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നത്. അതായത് സീസണിന്റെ ഉള്ളിൽ നടക്കുന്നതിനേക്കാളും പുറത്താണ് ഈ പറഞ്ഞ സംഭവം മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ സീസൺ 5 എടുക്കണമെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ടോക്സിക് ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ പുറത്ത് ഇത്തിരി ഭയങ്കര ടോക്സിക് ആർമി എന്നൊക്കെ പറയാനായിട്ട് അഖിൽമാരാറിന് മാത്രമാണ് ഉണ്ടായത്. പിന്നെ ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ തോത് കുറവാണ് ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അഖിൽമാരാറാണ് അതിനകത്ത് മര്യാദയ്ക്ക് കളിച്ച ഒരാൾ. ഇപ്പോൾ സീസൺ 4-നകത്താണെങ്കിൽ ഡോക്ടർ റോബിനാണ് അതിനകത്ത് മര്യാദയ്ക്ക് കളിച്ച ആൾ. പിന്നെ റിയാസും അത്യാവശ്യം നന്നായിട്ട് കളിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്താണെങ്കിൽ 5-നകത്താണെങ്കിൽ അഖിൽമാരാറാണ് കളിച്ചത്. ഇനിയിപ്പോ സീസൺ 6 വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അതിനകത്ത് ഒരാൾ പൊങ്ങി വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ആദ്യം തന്നെ ഒരാൾ വന്നിട്ട് ഭയങ്കര എന്തെങ്കിലും കാണിക്കുമ്പോൾ തന്നെ അയാളെ എല്ലാവരും പിടിച്ച് രാജാവിനെ കിട്ടി എന്ന് പറഞ്ഞ് മിക്കവാറും എല്ലാവരും പൊക്കി പിടിച്ചിട്ട് നടക്കും. ശരിക്കും ആ ഒരു പരിപാടി മാറ്റിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും, ബിഗ് ബോസ് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഒരാളെ പിടിച്ച് രാജാവാക്കുമ്പോഴാ അല്ലെങ്കിൽ രാജ്ഞിയാക്കുമ്പോഴാ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയാളെ അങ്ങോട്ട് ടോപ്പാക്കി നിർത്തും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇയാളുടെ എനിമികൾ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെ കാണുന്നതിന് നല്ലത് ഇവരെല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഓരോരുത്തരും അതായത് ഇന്ന് ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അപ്പോൾ അയാൾ ടോപ്പ്, നാളെ ആരാണോ കളിക്കുന്നത് അയാൾ ടോപ്പ്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കളി കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബിഗ് ബോസ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിഗ് ബോസിന്റെ അത്യാവശ്യം നല്ലൊരു അഡിക്റ്റ് തന്നെയാണ് എന്ന് പറയാം. ഈ ബിഗ് ബോസ് എനിക്ക് കണ്ടു തുടങ്ങിക്കഴിഞ്ഞ സാധനം നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 6 തുടങ്ങാൻ പോകണ ഒരു ഇത് സാധ്യതയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അത് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കാണണോ വേണ്ടയോ. കാര്യം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾക്കിടെ സമയം പോകുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം കണ്ടു തുടങ്ങരുതെന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനായിട്ട് വലിയ പാടാണ് ബിഗ് ബോസ്. കാര്യം അത്രയ്ക്ക് അഡിക്ഷനുള്ള ഒരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്ര ഈ ലൈവൊക്കെ അതായത് 24/7 ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമ്പോൾ എനിക്ക് വല്ല വരുമാനമോ അല്ലെങ്കിൽ ചിലവും പോട്ടെ അതിൽ നിന്ന് വല്ല ലാഭം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇരുന്ന് കാണാം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഞാൻ 24 മണിക്കൂറൊക്കെ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ്. എന്ത് കാര്യം ഇരിക്കുന്നത്, അവരൊക്കെ എൻ്റെ ആരെങ്കിലും ആണ്? ആരുമല്ല. വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം കാണണമെന്നുള്ളവർ അതായത് ഈ എപ്പിസോഡുകൾ കണ്ടുവിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ലൈവൊക്കെ കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ ഭയങ്കര അഡിക്റ്റ് ആയി പോകും. അത്രയ്ക്കും ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള
എന്നുള്ള സംഭവമാണ് ഇത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഭയങ്കര രീതിക്കുള്ള അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് അത്രയ്ക്ക് അഡിക്ഷനൊന്നും പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ പ്രാവശ്യമെങ്കിലും മര്യാദക്കൊക്കെ കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും കാണാൻ ശ്രമിക്കട്ടെ, ഒരുപാട് അഡിക്റ്റ് ആവാണ്ട് എനിക്ക് ഈ ബിഗ് ബോസിനകത്തേക്ക്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ടോക്സിക് ആ ഒരു രീതിക്ക് ആരുടെ അന്തം ഫാനൊന്നും ആവാണ്ടിരിക്കട്ടെ. ആരാണോ നന്നായിട്ട് കളിക്കണം അവരെ സപ്പോർട്ട് ചെയ്യുക. ഫാൻ ആവണേലും വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അവര് നല്ലതാണെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാനും ബാക്കിയുള്ളവരെ തെറി വിളിക്കാനും ബാക്കിയുള്ളവരെ വീട്ടുകാരെ പറയാനും പോകുമ്പോഴാണ് പ്രശ്നം വന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ പൊക്കിക്കോ, പക്ഷെ ബാക്കിയുള്ളവരെ താത്താൻ നിൽക്കണ്ട, അവിടെയാണ് വിഷയം വന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിനെ പറ്റി, അതായത് ബിഗ് ബോസ് സീസൺ 6 പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വീഡിയോൻ്റെ താഴെ കമന്റ് ആയിട്ടിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.